സീമാജി, വെൽക്കം ബാക്ക്. നമ്മൾ വി എം സിയുടെ ആ ഒരു മെഡിറ്റേഷൻ ലിങ്കൊക്കെ ഗ്രൂപ്പിൽ ആ ലിങ്കൊക്കെ ഇട്ട് തരുമ്പോൾ ഞാൻ ഈ വി എം സിയുടെ പല പ്രോഗ്രാംസും അതിൻ്റെ ലിങ്ക്സും ഒക്കെ ഞാൻ കയറി നോക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണുന്നത് ഒരുപാട് ആൾക്കാർ ഈ വി എം സി മെഡിറ്റേഷനിലൂടെ പലതരം ഹീലിങ്ങിൽ ഇതായി പോകുന്നത്, ഹീലിംഗ് നല്ലപോലെ നടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ള ഇതിൽ ഇത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഹീലിംഗ് ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ മണി ഹീലിംഗ് ആവാം, റിലേഷൻഷിപ്പ് ഹീലിംഗ് ആവാം, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവാം, എന്തും ആയിക്കോട്ടെ, എല്ലാം എഫക്റ്റീവായിട്ട് നടക്കുന്ന എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോസ് ഡിസൈപ്പിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എന്താണ് വി എം സിയിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്? എന്താണ് അവിടെ വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട് നിങ്ങളുടെ ഹോളിസ്റ്റിക് ഹീലിംഗിൽ? വി എം സി മലയാളം എന്ന് പറയുന്നത് പരമഗുരുക്കന്മാരുടെ ദിവ്യസങ്കല്പമാണ്. അത് പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഡിവൈൻ പാത്താണ്. അത് ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജി ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് ഇത് ഞങ്ങൾക്ക് ഈ ഒരു സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് അത്രയും സ്ട്രിക്റ്റ് ഓർഡറാണ്. അപ്പൊ അത് അതേപോലെ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി ഗുരുവിനോട്, ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജിയോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞിട്ട്. ഇപ്പൊ മാഷെ വി എം സി മലയാളം എന്ന് പറയുന്നത് 6 വർഷമായിട്ട് തുടങ്ങി. 6 വർഷമായിട്ട് തുടങ്ങിയത് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത ധ്യാനം 3 hours കമ്പൽസറി, 3 hours മെഡിറ്റേഷൻ. എപ്പോൾ ഇരുന്നാലും 1 hour അല്ലെങ്കിൽ 2 hour 3 hours മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം ഇരിക്കാൻ പഠിപ്പിച്ചു. 3 മണിക്ക് 3 to 6 എവരിഡേ ബ്രഹ്മമുഹൂർത്ത ധ്യാനം. സോ അതൊക്കെ ജനങ്ങൾ ആദ്യം 3 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്തവര് 3 എന്നുള്ളത് 6, 9 രാത്രി മുഴുവൻ ഹോൾ നൈറ്റ്, പിന്നെ 24 hours ഇരിക്കുന്നത് പോലും നമ്മള് അനുഭവങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട്. അത്രയും ദിവ്യമായിട്ടുള്ള അനുഭവങ്ങൾ, അത്രയും സ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവന്നു. അപ്പൊ ആ ഭൂമിയുടെ അസെൻഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ന്യൂ എനർജിയെ കുറിച്ച് അവർക്ക് സൂചന നൽകുന്നുണ്ടെങ്കിലും ആസനസ്ഥിതി എന്നുള്ളതും ഇരിക്കുന്നത് സഹനത്തോടുകൂടി എനർജിയെ റിസീവ് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് അവർ അലൈൻ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് സമയം കൊടുത്തു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ്, ആഴത്തിൽ തന്നെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മള് അവരത്രയും പാകപ്പെട്ടു മാഷെ, സാധന ചെയ്യാൻ പാകപ്പെട്ടു. അതേപോലെ അവർക്ക് എല്ലാ സത്യങ്ങളും മണിക്കൂറുകളോളാണ് വി എം സിയുടെ ക്ലാസ്സുകൾ കേൾക്കുന്നത്. 10-20 മിനിറ്റ് അല്ല, മണിക്കൂറുകളോളം ക്ലാസ് കേൾക്കാനുള്ള സഹനം വന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അവർ അംഗീകരിച്ചിട്ട് അവർ ആചരിക്കാൻ തുടങ്ങിയ ഒരു നല്ലൊരു സ്ഥിതിയിൽ അവരെത്തി. ഇപ്പൊ ഈ എർത്തിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള അസെൻഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ ആര് പ്രവേശിച്ചാലും, ഇപ്പൊ ഓൾഡായിട്ട് നമ്മൾ പഴയ ആൾക്കാർ സാധന ചെയ്ത് ദിവ്യമായിട്ടുള്ള സ്ഥിതിയിലുണ്ടെങ്കിലും പുതിയ ആൾക്കാരും കൂടിയിട്ട് ന്യൂ എനർജി ലക്ഷണങ്ങളുള്ള സംസ്കരിക്കപ്പെട്ടവരാ. അവർക്കും കൂടിയിട്ട് ഇപ്പൊ നമ്മൾ ഇനി വീണ്ടും എല്ലാവർക്കും 3 മണിക്കൂർ കമ്പൽസറി എന്ന് പറയാതെ ഇപ്പൊ ഈ സമയത്തിനനുസരിച്ച് നമ്മൾക്ക് എത്ര ഈസിയായി ഡീപ്പ് ക്ലെൻസിങ് പ്രോസസ് പറഞ്ഞ ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ്. അതായത് എല്ലാ തരത്തിലും നമ്മൾ നമ്മളെ ഹീൽ ചെയ്യുക, എല്ലാ തരത്തിലും ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ പലർക്കും അറിയുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, മണി ഹീലിംഗ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഹീലിംഗ്. ഇത് മാത്രമല്ല ഹീലിംഗ്, നമ്മളുടെ ബോഡിയെ ഹീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബോഡി നമ്മൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഈ ബോഡിയിൽ. അതായത് നമ്മൾ ഓരോ എമോഷൻസ്, നമുക്ക് ദേഷ്യം വരുമ്പോഴും, നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുമ്പോഴും, നമുക്ക് സങ്കടം വരുമ്പോഴും, നമുക്ക് 10 കൊല്ലം മുമ്പേ 20-25 കൊല്ലം മുമ്പേ കുഞ്ഞുനാളിലോ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് കരയുമ്പോഴും, അല്ലെങ്കിൽ അവര് നമ്മളെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിയെന്ന് 40 വർഷം മുമ്പത്തെ കാര്യം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ട് അത് മറക്കും. പക്ഷെ അതിൻ്റെയൊക്കെ എമോഷൻസ് വീണ്ടും അലർട്ടായിട്ട് നമ്മളുടെ ബോഡിയിലെ 100 ട്രില്യൺ സെൽസും വീണ്ടും അലർട്ടായിട്ട് ആ എമോഷൻസിനെ ക്യാരി ചെയ്തിട്ട് വീണ്ടും സഫർ ആവുന്നുണ്ട്. സഫറിങ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് മറന്നു, പക്ഷെ ആ ബോഡി വീണ്ടും അലർട്ടായിട്ട് നമ്മളെ വിശ്വസിക്കുകയാണ്. വീണ്ടും അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നോ, വീണ്ടും ആ ഒരു പെയിൻ വന്നോ, എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞു പോയതിനെ വീണ്ടും പ്രസന്റിലേക്ക് കൊണ്ടുവന്ന് അനുഭവിപ്പിക്കുകയാണ് ശരീരത്തെ. ഈ ഒരു ഡിവൈൻ നോളജ് എന്നുള്ളത് ഓരോ വ്യക്തി, നമ്മൾ എല്ലാം ക്ഷമിക്കാൻ പഠിച്ചു, ക്ഷമ ചോദിക്കാൻ പഠിച്ചു, ഓക്കെ, പക്ഷെ നമ്മൾ നമ്മളോട് ക്ഷമിക്കാനും നമ്മുടെ ബോഡിയെ, നമ്മുടെ ഈ ആത്മാവിനെ ക്യാരി ചെയ്യുന്ന, നമ്മുടെ ദിവ്യത്വത്തിലേക്ക് നമ്മളെ പ്രവേശിക്കാൻ എല്ലാ വിധത്തിലും ഒരു മാധ്യമമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ നമ്മൾ ഹീൽ ചെയ്യുന്നില്ല. ആ ശരീരത്തോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നില്ല, നന്ദി പറയുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പണത്തിന്റെ പിന്നാലെ പായുന്നു, സമാധാനത്തിന്റെ പിന്നാലെ, സന്തോഷത്തിന്റെ പിന്നാലെ, ഹാപ്പിനെസ്, എൻജോയ്മെന്റിന്റെ ഒക്കെ പിന്നാലെ പായുമ്പോഴും ഈ വിശിഷ്ടമായിട്ടുള്ള മാധ്യമത്തിന്റെ ഇമ്പോർട്ടൻസ്, ശ്രേഷ്ഠത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ മത്സരിക്കുന്നു.
മറ്റുള്ളവരെ സ്നേഹിക്കാൻ മത്സരിക്കുന്നു, മറ്റുള്ളവരോട് താങ്ക് യു പറയുന്നു, ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഈ ടോട്ടൽ സിസ്റ്റമേ വർസ്റ്റായി പോകും. ഈ സിസ്റ്റത്തെ നമ്മളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളെ പരിപൂർണമായിട്ടുള്ള സിസ്റ്റം അനുക്ഷണം ഡിവൈനായിട്ട് കൊണ്ടു നടക്കുന്ന ഇതിനെ നമുക്ക് ഒരു മര്യാദയില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് പരിഗണിക്കുന്നേ ഇല്ല. പക്ഷേ ഈ പരിഗണനയിലേക്ക് ഇത്രയും സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടും സാധനയിൽ സ്ഥിരമായതുകൊണ്ടും അവർക്ക് ഈസി ആയിട്ട് കണക്ട് ആവും ഈ നോളജ്. അപ്പൊ ശരിയായ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത്രയും ദിവ്യമായിട്ടുള്ള നോളജ് അവർ ഓൾറെഡി ഗെയിൻ ചെയ്ത് സാധനയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് അവർക്ക് അയ്യോ എന്റെ ബോഡിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ലല്ലോ, അതിനോട് എങ്ങനെ ക്ഷമ ചോദിക്കണം. അതായത് എന്റെ ഓരോ എമോഷൻസ് വരുമ്പോഴും, എനിക്ക് ദേഷ്യം വരുമ്പോഴും എന്റെ പൊന്നെ നീയാണല്ലോ സഫർ ആയിരുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആരോടെങ്കിലും വാശി പിടിച്ചാല്, ആരെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പിച്ച് നമ്മൾ ഭക്ഷണം മുടക്കും, ഭക്ഷണം കഴിക്കില്ല, പിന്നെ ഭക്ഷണത്തോട് വെറുപ്പ്, ഉറങ്ങില്ല, വെറുതെ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കത്തിയും കൊണ്ട് മുറിക്കും, അല്ലെങ്കിൽ നമ്മൾ നെഞ്ഞത്തടിക്കും, ചങ്കിനിട്ട് ഇടിക്കും, നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ സഫറിങ്സ് ആരാ? നമ്മൾ ഇതിന്റെ യജമാനനാ. നമ്മൾ ഈ സഫറിങ് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള എമോഷൻസിന്, കരച്ചിലിന്, കണ്ണീരിന്, എന്റെ ജീവിതം ഇങ്ങനെയായി, എന്റെ ജീവിതം നശിപ്പിച്ചു, ചെറുപ്പം മുതൽ എങ്ങനെയാണ് ശപിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സഫറിങ്സ് ഒക്കെ ഈ മെമ്മറി വീണ്ടും പ്രാണശക്തി. നമ്മൾ ഈ പറയുന്നതിനെല്ലാം പ്രാണനുണ്ട്. പക്ഷേ അതായത് ഒരു ശിലയിലുള്ള ഗാഠനിദ്രാവസ്ഥയിലുള്ള ദൈവ ചൈതന്യത്തിനെ ചെത്തിയെടുത്ത് ശില്പമാക്കി പ്രാണനെ പ്രതിഷ്ഠിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ആ പ്രാണശക്തി കൊണ്ട് നമ്മൾ പറയുകയും എമോഷനായിട്ട് ഫീൽ ചെയ്യുകയും നമ്മൾ അനുഭവിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന വൈബ്രേഷൻസ്, ഫ്രീക്വൻസീസ് എല്ലാം യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ ഈ സഫറിങ്സ് എല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ ബോഡിയാണ്. സോ ഇങ്ങനെ നമ്മൾ ഈ ബേസ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ ക്ലെൻസിങ് പ്രോസസ്സ് ഈ അസെൻഷൻ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പറ്റുന്നു, പെട്ടെന്ന് അവർക്ക് മാറ്റം വരുന്നു. ബോഡിയോട് നമ്മളെ സ്നേഹത്തോട് കൂടിയിട്ട് ഐ എം വെരി സോറി മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെട്ടിപ്പിടിച്ചതിന് ഉമ്മ വെച്ച് ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ ആ പരമാത്മാവിന്റെ എന്ന് വെച്ചാൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ശക്തി പ്രാണരൂപത്തിൽ നമ്മളിലുണ്ട്. ആ പരമാത്മാവിന്റെ മുമ്പില് പരമാത്മാവിനോട്, യൂണിവേഴ്സിനോട് നമ്മൾ ക്ഷമ ചോദിക്കുക. അവരുടെ ആ ശക്തിയുടെ സമക്ഷത്തിൽ, ശക്തിയുടെ സഹായത്താൽ എന്റെ ബോഡിയെ ഞാൻ ഹീൽ ചെയ്യാൻ പരിശ്രമിച്ച് ക്ഷമ ചോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ക്ലെൻസിങ് നടക്കുന്നു. എന്റെ ശക്തി തികയുന്നില്ല. അപ്പൊ ഞാൻ ആരുടെ ശക്തി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം? പരമാത്മാവിന്റെ, ദൈവത്തിന്റെ, യൂണിവേഴ്സിന്റെ ശക്തിയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അത് കണക്ട് ആവുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നില്ല, ചോദിച്ചാൽ കിട്ടുമെന്ന് നമുക്കറിയാം. ചോദിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയുന്നില്ല, പറയേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയുന്നില്ല. പറയേണ്ടതുപോലെ പറയുമ്പോൾ വിത്ത് എമോഷൻസ് ആണ്. സിൻസിയർ ഫോർഗീവ്നെസ് ആണ് നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ അറിയിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ പ്രണയിക്കുന്നവനെ സ്നേഹിക്കുന്ന പോലെ അതിനേക്കാൾ ഉപരി സ്നേഹിക്കേണ്ട ദിവ്യ വാഹനം, ദിവ്യ വസ്തുവാണിത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഇത് നമ്മൾക്ക് 100 ഇരട്ടി തിരിച്ച് സ്നേഹിക്കുകയാണ്. പക്ഷേ അപ്പൊ ഈ രോഗം, ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്നൊക്കെ പറയുന്നത്, അതിപ്പോ മെന്റൽ രോഗമായാലും ഫിസിക്കൽ രോഗമായാലും, അത് മാനിഫെസ്റ്റഡ് സം കൈൻഡ് ഓഫ് മെമ്മറി ആണോ? എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി, അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കോട്ടെ, അത് നമ്മളിലേക്ക് വന്ന് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും അവസ്ഥയാണോ? ഇത് കർമാനുസാരമാണ്. നമ്മുടെ ബുദ്ധി കർമാനുസാരം നമ്മുടെ സ്വഭാവം, സംസ്കാരം ഒക്കെ ഉണ്ട്. ഈ കർമ്മ എന്നുള്ള കണക്ക് നമ്മൾ കുഞ്ഞുനാൾ മുതലേ അനുഭവിക്കുന്നുണ്ട്. കുഞ്ഞുനാൾ മുതലേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, അനുഭവിച്ച, കേട്ട, വേദനിച്ച, നമ്മൾ നേരിട്ട എല്ലാതും മെമ്മറി ആയിട്ട് നമ്മളിൽ കണ്ടിന്യൂ ഉണ്ട്. നമ്മൾ വളരും തോറും അത് വളരുന്നുണ്ട്. പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു നോളജ് നമ്മുടെ കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവട്ടെ, ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാവട്ടെ, ഇതൊക്കെ ഈ നമ്മളുടെ ഇന്നർ ചൈൽഡിൽ കുഞ്ഞുനാളിൽ നമ്മൾ അനുഭവിച്ച, നേരിട്ട, കണ്ട, നമ്മൾ ഈ ശരീരത്തിലിരുന്നും കുടുംബത്തിലൊക്കെ കണ്ടും വേദനിച്ച് അനുഭവിച്ചതിന്റെ റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ്. പൂർവ്വജന്മത്തിലെ കർമ്മ പാറ്റേൺസും പ്ലസ് ഈ ജന്മത്തിലുള്ള ഇന്നർ ചൈൽഡിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്ത പാറ്റേൺസും രണ്ടും ഈ രോഗങ്ങൾക്കുള്ള മൂലകാരണങ്ങളാണ്. ഇതിനെ നമ്മൾ ഹീൽ ചെയ്യണമെങ്കിൽ ബോഡിയോട് നമ്മൾ താങ്ക് യു പറയുന്നത് പോലെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ആ കുഞ്ഞ് നമ്മളില്ലേ, കുഞ്ഞു ശിശു, ആ കുഞ്ഞു ശിശുവിനോട് നമ്മൾ ആ കുഞ്ഞു ശിശുവിനെ ഹീൽ ചെയ്യുക എന്നുള്ളത് റോങ് കോൺസെപ്റ്റാ മാഷേ. എന്താ വെച്ചാൽ നമ്മളുടെ ആ കുഞ്ഞു ശിശു, ഞാൻ എന്തൊക്കെ എന്റെ കുഞ്ഞുനാളിൽ അനുഭവിച്ചെന്ന് എനിക്കറിയാം.
പക്ഷെ അതിനൊക്കെ നേരിടാൻ ആ കൈകാലുകൾ കൊണ്ട് എതിർക്കാൻ പറ്റാത്ത, ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത, അലറിക്കരയാൻ പറ്റാത്ത, സത്യസന്ധമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വിശ്ലേഷിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അനുഭവിച്ച ശിശു എത്രയോ ഡിവൈൻ ഡയറൻഡേഷ് സോളാണ്. ഇന്ന് ഇത്രയും പോത്ത് പോലെ വളർന്നിട്ട് നമ്മൾ മറ്റ് ഇതിന് കാരണം അവരാണ്, എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല, എനിക്ക് ശാപം, ഇത് എന്തൊരു നരകം ഈ ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുക. പക്ഷെ ഈ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദാരുണമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ കടന്നു പോന്നിട്ടുള്ളത് പലരും. അന്ന് ആ കുഞ്ഞ് അനുഭവിച്ച ആ കുഞ്ഞിനെ ഹീൽ ചെയ്യാന്ന് പറയും, നമ്മൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാന്ന് പറയും. പക്ഷെ ഇന്നർ ചൈൽഡ് ഓൾറെഡി അത് ഹീൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഹീൽ ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇത് ഇത്രയും കുഞ്ഞ് എന്ന് പറയുന്നത്, ആ കുഞ്ഞ് കൈകാലം ഇട്ടിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോകാൻ പറ്റുമോ അതിന്? ആ കുഞ്ഞു കൈകാലുകൾ കൊണ്ട് അല്ലെങ്കിൽ വിളിച്ചു പറയാൻ പറ്റുമോ എനിക്കിത് സംഭവിച്ചു എന്ന്? അല്ലെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ കുഞ്ഞതെല്ലാം സഹിച്ചത്. അതിനെ നേരിട്ടിട്ട് ആ കുഞ്ഞതിനെ കടന്നു പോന്നു. ആ കുഞ്ഞാണിന്ന് നമ്മള്. അത്രയും ദിവ്യമായിട്ടുള്ള ഒരു ബേസ്മെന്റ് നമുക്ക് ആ കുഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞിലൂടെ ആ കുഞ്ഞിനോട് ഏറ്റു പറയുന്ന, അതായത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് VMCയിലൂടെ യൂണിവേഴ്സ് കൊടുക്കുന്നത്. അത് ആ കുഞ്ഞിനെ കണ്ടു പഠിക്കേ, ആ കുഞ്ഞിന്റെ പ്രസന്നവദനമായിട്ടുള്ള ആ കുഞ്ഞി കണ്ണുകളിലുള്ള പ്രകാശം ആ കുഞ്ഞിനോട് പറയാണ്, എന്റെ പൊന്നെ നിന്റെ അത്ര പോലും എനിക്ക്, നീ എങ്ങനെ അത് ഒറ്റയ്ക്ക് സഹിച്ചു കുഞ്ഞാ? ഇന്ന് ഞാൻ ഇത്രയും വലുതായിട്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, എന്നിട്ടും എല്ലാ സൊല്യൂഷൻസ് ഉണ്ടായിട്ടും എനിക്കിത് പറ്റുന്നില്ല. അന്ന് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്റെ പൊന്നെ നീ എങ്ങനെ അനുഭവിച്ചു? നീ എത്ര കരുണയാണ് നിനക്ക്, നീ എത്ര ധൈര്യമാണത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിലൂടെ ഞാൻ ഇന്നത്തെ ഈ ക്ഷണത്തിൽ, ഈ പ്രസ്തുത ക്ഷണത്തിലുള്ള എന്നെ ഹീൽ ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് VMC ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ളത് ചെയ്യിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുനാളിൽ സംഭവിച്ചതിനെ, ആ കുഞ്ഞ് അന്ന് കിടന്ന് കരഞ്ഞിട്ടുണ്ട്, ശ്വാസം കിട്ടാതെ കരഞ്ഞിട്ടുണ്ട്, അതിന് ഉറക്കം കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ, എങ്ങനെ സ്പന്ദിക്കണമെന്നറിയാതെ നരകയാതനകൾ അനുഭവിച്ചിട്ടും അത് കടന്നു പോന്നു. മരിച്ചില്ലല്ലോ അതതിന്റെ ജീവിതം അവസാനിപ്പിച്ചില്ലല്ലോ. ആ കടന്നു പോന്നിട്ട് പോത്ത് പോലെ വളർന്ന് നമ്മള് മരിക്കാൻ പോകുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നു, വേണമെന്ന് കരുതി നമ്മളെ ദ്രോഹിക്കുന്നു, നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ മൈൻഡിനെ, നമ്മുടെ ജീവിതത്തെ ശപിക്കുന്നു, വേദനിപ്പിക്കുന്നു. അപ്പൊ ആ കുഞ്ഞിനെ കണ്ട് പഠിക്കാൻ, ആ കുഞ്ഞ് ഓൾറെഡി എത്ര ദിവ്യമായിട്ടുള്ള സ്ഥിതിയിലാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള ഡിവൈൻ ആയിട്ടുള്ള റൂട്ടിലേക്കാണ് VMC ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ളത് കൊണ്ടുപോയത്. അതേപോലെ തന്നെ മണി ഹീലിംഗ് ആണെങ്കിലും ഇപ്പൊ ഒരു വ്യക്തി ഇന്നത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി പൂർവ്വജന്മങ്ങളിൽ അദ്ദേഹം ധനവാനാണ്, മഹാസമ്പന്നനാണ്. ആ സമ്പന്നതയെ അദ്ദേഹം ദുർവിനിയോഗം ചെയ്തു, ദുരുപയോഗങ്ങൾ ചെയ്തു. ആ പണം ആവശ്യമുള്ളതിനെ ചെലവാക്കിയില്ല, പിശുക്കത്തരം കാട്ടി, മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു ഉപകാരം പോലും ചെയ്തില്ല. അറുത്ത കൈന് ഉപ്പ് തേച്ചില്ല, ഉപ്പ് തേക്കാത്ത പിശുക്കനായിരുന്നു. ആവശ്യമുണ്ടെന്ന് കണ്ണിൽ കണ്ടിട്ട് നമുക്കിവിടെ കൂട്ടമായിട്ട് കെട്ടുകെട്ടായി ഇരുന്നിട്ട് പോലും അതിനെ ഉപയോഗിച്ചില്ല. അങ്ങനെ അതിനെ വേണ്ടാത്ത കാര്യങ്ങൾ, കൊല്ലും കൊലയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കുവാനും വേണ്ടിയിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്തു. ആവശ്യങ്ങൾക്കും സത്പ്രവൃത്തികൾക്കും സദ്ഭാവനയോടുകൂടി പുണ്യപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ആ മണി എന്നുള്ള ചൈതന്യത്തെ അപമാനിക്കുകയും അതിന്റെ വാല്യൂ അറിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് ഈ പാഠം പഠിക്കാൻ വന്നു. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മള് ആ മണിയോട് നമ്മൾ പറയാണ്, എന്റെ പൊന്നെ ഞാനിത്, അതായത് ഇതൊക്കെ ഏറ്റു പറയാണ്, ആ ചൈതന്യത്തോട് നമ്മൾ ഏറ്റു പറയാണ്. ചെറുപ്പം മുതലേ നമ്മൾ പാരന്റ്സ് പറയും, ആ പണമൊന്നും മരത്തിൽ കായ്ക്കുന്നതല്ല, എല്ലാത്തിനൊന്നും പണം കിട്ടില്ല, ഒരുപാട് കഷ്ടപ്പെട്ടാലേ പണം കിട്ടൂ, അല്ലെങ്കിൽ പണക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നവരാണ്, അവരൊന്നും നല്ല രീതിയിലല്ല സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ള പലതും നമ്മൾ കേട്ടിട്ട് ഈ മണിയുടെ മുകളിലൊരു തെറ്റിദ്ധാരണ എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാഷേ, നമ്മളത് എല്ലാവരുടെ ജീവിതത്തിലേക്കും അത് അനർഗളമായിട്ട് അതിസരളമായിട്ട് ഒഴുകുന്ന ഒരു ദിവ്യമായിട്ടുള്ള ചൈതന്യമാണത്. എല്ലാവർക്കും അതിനുള്ള സമ്പൂർണ്ണ അധികാരമുണ്ട് എന്നുള്ള വിശ്വാസമല്ല നമുക്ക്. നമ്മൾ പല ഡിഫറെന്റ് ആയിട്ടുള്ള വിശ്വാസ വ്യവസ്ഥകളിലൂടെ പണത്തിനോട് നമുക്കൊരു പ്രത്യേക ശത്രുതയുണ്ട്, പ്രത്യേക ദേഷ്യമുണ്ട്, പ്രത്യേക ഒരു ഭാവമാണ് നമുക്ക് പണത്തിനോട്. അപ്പൊ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണക്കാരെ കാണുമ്പോൾ നമുക്ക് അസൂയയാണ്, അല്ലെങ്കിൽ വെറുപ്പാണ്. അവൻ എങ്ങനെ പറ്റിച്ചുണ്ടാക്കിയതോ, എത്ര ആളെ കൊന്നിട്ടുണ്ടാക്കിയതോ, അപ്പോ അങ്ങനെ മാത്രമേ പണം വരൂ. ഈ ചൈതന്യത്തിന് നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? ഈ പണം എനർജിക്ക് എന്റെ അടുത്തേക്ക് വരണ്ട, എന്താ വെച്ചാൽ ഞാൻ കൊലപാതകിയല്ല, എന്റെ അടുത്തേക്ക് വരണ്ട എന്താ വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ പറ്റിക്കുന്നവനല്ല, എന്റെ അടുത്തേക്ക് വരണ്ട എന്താ വെച്ചാൽ ഞാൻ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് പണം ഉണ്ടാക്കുന്നവനല്ല, ഞാൻ തന്നെയാണ് എന്റെ തടസ്സം.
മണി എന്നിലേക്ക് സരളമായിട്ട് പ്രവേശിക്കാതിരിക്കാൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടും ഭാവിച്ചിട്ടും മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടും വിമർശിച്ചിട്ടും തടസ്സപ്പെടുത്തി വലിയൊരു ഷട്ടർ ഇട്ടേച്ചേക്ക മണിയുടെ സരളതമായിട്ടുള്ള ഒഴുക്കിനെ. അപ്പൊ ഒരു വ്യക്തി നല്ലൊരു വീട് കയറ്റുമ്പോ എന്റെ പൊന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ദിവ്യമായിട്ട് ഒരുപാട് നല്ല രീതിയിൽ അവർ സമ്പാദിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ള ബ്ലസ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബ്ലസ് ചെയ്യാൻ കഴിയുന്നവനെയാണ് ജീവിതം. പണം ഉപയോഗിക്കാൻ അറിയാവുന്നവന്റെ അടുത്തേക്കാണ് പണത്തിന്റെ ഒഴുക്ക് വരുള്ളൂ. പണം ധനം ദാനം ചെയ്യുന്നവന്റെ അടുത്തേക്ക് ധനം ദിവ്യമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആ ആക്സെപ്റ്റൻസ് ഒരു നന്നായിട്ടൊരു കാര്യം പണം കൊണ്ട് കഴിയുമ്പോൾ അരെ അവരെത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, പണം എത്ര ദിവ്യമായിട്ടാണ് അവരതിനെ വിനിയോഗിക്കുന്നത് എന്നുള്ള ആ പോസിറ്റീവ് വ്യൂവില് നമ്മൾ നോക്കി കാണുന്നില്ല. നമ്മൾ അപ്പോഴും കുറ്റം പറയുമ്പോൾ നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ഓ എന്നെ നിനക്ക് ഇഷ്ടമല്ല അല്ലേ, അല്ലെങ്കിൽ പണം എന്നുള്ളത് ഇങ്ങനെ വരൂ, ഞാൻ അങ്ങനത്തെ വ്യക്തിയേ അല്ല, ഐ ആം സംതിങ് സ്പെഷ്യൽ ബിറ്റ്വീൻ അതേഴ്സ്. അപ്പൊ പിന്നെ നിനക്ക് പണം എന്തിനാ? അതാണല്ലോ പണം നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണത്തെ പിടിച്ച് ആ 5 ഇന്ദ്രിയങ്ങളോടും കൂടി അതിനെ കാണുകയും ഉമ്മ വെക്കുകയും സ്പർശിക്കുകയും നാക്കുകൊണ്ട് രുചി നോക്കുകയും ചെയ്ത് ഹൃദയത്തോട് ചേർത്ത് നമ്മൾ ക്ഷമ ചോദിക്കുക. മൈ ഡിയർ മണി എനർജീസ്, ഐ ആം വെരി സോറി, എനിക്ക് ഇത്രയും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷമ ചോദിച്ച് നമ്മൾ ഫോർഗീവ്നെസ്, എന്നോട് ക്ഷമിക്കണേ എന്ന് ഹൃദയപൂർവ്വം നമ്മൾ അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ചിട്ട് നമ്മൾ എന്റെ എല്ലാ കാര്യങ്ങളും നടന്ന് നിന്റെ അനുഗ്രഹത്താലാണ്, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് എന്റെ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് നടക്കുന്നത്. അന്നും നീ എന്റോടൊപ്പം ഉണ്ടായിരുന്നു, എന്റെ ചുറ്റും ഒരു കാറ്റിനെ പോലെ ഈ വായുവിനെ പോലെ നിറഞ്ഞ് നീയാണ്, ഈ സമ്പത്താണുള്ളത്, ഈ ഐശ്വര്യമാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എന്നിലേക്ക് അത് ആകർഷിക്കാതിരുന്നതും എന്നിലേക്ക് വരരുതെന്ന് തടുത്തതും ഞാനാണ്. അതുകൊണ്ട് എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോ, പക്ഷെ VMCയിൽ ആയിരക്കണക്കിന് പേർക്കാണ് മണി ലക്ഷക്കണക്കിന് രൂപ വന്നത്, ഫണ്ടുകൾ വന്നത്, കിട്ടാക്കടങ്ങൾ കിട്ടിയത്, എത്രയോ പേര്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റു പറയുന്നില്ല. നമ്മൾ ആ ക്ഷമ ചോദിച്ചിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് നന്ദിയോട് കൂടി പണക്കാരെ പോലും പണമുള്ളവരെ പോലും സന്തോഷത്തോടു കൂടി റെസ്പെക്ട് ചെയ്ത് നോക്കി കാണാൻ കഴിയുമ്പോൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന മണിയെയാണ്. ഐ റെസ്പെക്ട് മണി, ഐ ലവ് മണി, താങ്ക് യു മണി എന്നുള്ളത്. ആ ഒരു താങ്ക് യു ആരിലാണോ ഉള്ളത്, സ്നേഹം ആരിലാണോ ഉള്ളത്, മണിയോട് റെസ്പെക്ട് ആരിലാണോ ഉള്ളതെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് ആ മണി ഓട്ടോമാറ്റിക്കലി വരികയാണ്. അതാണ് സൂക്ഷ്മത്തിൽ മോക്ഷം മാഷെ. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണെങ്കിലും എന്റെ ഭാര്യ ശരിയല്ല, എന്റെ ഭർത്താവ് ശരിയല്ല, അമ്മായിയമ്മ ശരിയല്ല, സുപ്പീരിയർ ഓഫീസേഴ്സ് ശരിയല്ല, മക്കൾ ശരിയല്ല, മരുമക്കൾ ശരിയല്ല എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ പരിമിതിയിൽ നിന്ന് നോക്കുകയാണ്. നമ്മുടെ ദൃഷ്ടി മുഴുവൻ അങ്ങോട്ടാണ്. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ ഈ വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നത് എന്റെ പൂർവ്വജന്മ കർമ്മ അനുസാരമാണെന്നും ആ കർമ്മചക്രത്തിൽ നിന്നും എന്നെ ഇറക്കി തതുപരി ജന്മത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഞാൻ പൂർവ്വജന്മത്തിൽ കൊടുത്തത്, എന്റെ ആഗ്രഹപ്രകാരം എന്റെ സോൾ ഡിവൈനായിട്ട് ആസൂത്രണം ചെയ്തത് പ്രകാരവും എനിക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ദിവ്യമായിട്ടുള്ള, അതായത് ഡീപ്പ് നോളജ് ആണ് കർമ്മ സിദ്ധാന്തത്തെ കുറിച്ച്. കൊടുത്തതാണ് കിട്ടുന്നത്, ചെയ്തതാണ് അനുഭവിക്കുന്നത്, വിതച്ചതാണ് കൊയ്യുന്നത്. ഇത് എന്റെ സങ്കല്പമാണ്, ഇത് എന്റെ സോൾ ദിവ്യമായിട്ട് ആസൂത്രണം ചെയ്ത ദിവ്യ പദ്ധതിയാണിത്, അതിലെ കഥാപാത്രമാണ് ഈ വ്യക്തി എന്നറിഞ്ഞ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വന്നിട്ടുള്ളതെന്ന് അറിയുമ്പോൾ, അത് അറിവോടുകൂടി പരിപൂർണ ആക്സെപ്റ്റൻസോടുകൂടി നമ്മൾ ആ വ്യക്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുമ്പോൾ, അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തിയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ നമ്മുടെ വെൽവിഷർ, നമ്മുടെ മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്കൊരു പാഠം പഠിക്കാത്ത, പൂർവ്വജന്മത്തിൽ പഠിക്കാത്തൊരു പാഠം പഠിപ്പിക്കുവാൻ നമ്മൾ കൊണ്ടുവന്നപ്പോ ഓക്കെ അതിനെന്താ, ഞാൻ ആ സമയത്ത് വരാട്ടോ, നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം, നിന്റെ വിശ്വാസം എല്ലാം സമ്പാദിച്ചുകൊണ്ട് അവസാനം നിന്നെ തകർത്തുകൊള്ളാം. അപ്പോഴാണ് ഞാൻ പൂർവ്വജന്മത്തിൽ വിശ്വാസവഞ്ചന ചെയ്തതിന്റെ വേദനയിലൂടെ എന്റെ ബാലൻസ് ഷീറ്റ് കർമ്മ ക്ലിയർ ആവുള്ളൂ. ഞാനത് അനുഭവിക്കുമ്പോൾ അനുഭവജ്ഞാനം, ദാറ്റ് ഈസ് കോൾഡ് ജ്ഞാനാഗ്നി. ജ്ഞാനം എന്ന അഗ്നിയിൽ കർമ്മങ്ങൾ ദഗ്ധമാണെങ്കിൽ അത്രയും ദിവ്യമായിട്ടുള്ള അവസ്ഥയിൽ വേണം കട്ട് ഓഫ് ആവാൻ. അത്രയും വിശ്വാസം നിറഞ്ഞു നിൽക്കുമ്പോൾ വേണം വഞ്ചിക്കപ്പെടാൻ. അപ്പോഴാ പെയിൻ, കൊടുത്ത പെയിൻ ആ സമയത്തേ കിട്ടൂ. ഇന്നലെ വന്ന ഒരാള് ഇന്ന് എന്നെ ചതിച്ചു പോകുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ടാവില്ല, പോടാന്ന് പറയും. പക്ഷെ 10-15 കൊല്ലം പ്രേമിച്ച് സ്നേഹിച്ച് പ്രണയിച്ച് ഒരാൾക്കൊരാൾ മനസ്സിലാക്കി എല്ലാം വിശ്വസിച്ച് പരസ്പരം പകർന്നു കൊടുത്ത് ഇട്ടിട്ട് പോകുമ്പോഴുള്ള പെയിൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ വഞ്ചന. ആ വഞ്ചനയുടെ പെയിൻ, മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ പെയിൻ നമ്മൾ അനുഭവിക്കണമെങ്കിൽ അത്രയും നമ്മൾ വളർത്തിയെടുത്ത് കട്ട് ചെയ്യുമ്പോഴാണ് ആ പെയിൻ അനുഭവത്തിൽ വരും. അപ്പൊ അനുഭവിക്കുന്നതിന് നമ്മൾ ഞാൻ കൊടുത്തതാണ് എനിക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഒരാൾ സമ്മതിക്കില്ല. പക്ഷേ ദാറ്റ് ഈസ് കോൾഡ് ഓൾഡ് എനർജി ലക്ഷണം. അതിനെ സമ്മതിക്കുന്നവർ അത് ശരിയാണല്ലോ,
ഇത് നമ്മളുടെ വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി. ഭഗവാൻ പറഞ്ഞ പോലെ നിന്റെ വാസ്തവങ്ങളെ സൃഷ്ടിച്ചത് കേവലം നീ തന്നെയാണ്. ഭഗവാനെ ഞാൻ എന്ത് ചെയ്തു എന്ന് ഭഗവാനോട് ചോദിക്കുമ്പോ നീ എന്തിനനുഭവിക്കുന്നുവോ അത് നീ ചെയ്തു. ഇത്ര ദിവ്യമായിട്ടുള്ള കണക്ഷനാണ്. ഇതാണ് സൂക്ഷ്മമാണ്. സൂക്ഷ്മത്തിൽ മാത്രമാണ് മോക്ഷം. അതുകൊണ്ട് ആ വ്യക്തിയോട് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അത് അമ്മയും മക്കളാവാം, അച്ഛനും മക്കളാവാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവാം, എന്താ പറയാ, പ്രണയിനികളാവാം, അങ്ങനെ നമുക്ക് കൊളീഗ്സ് ആയിരിക്കാം, നമ്മുടെ സബോർഡിനേറ്റ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സ്, ഏതൊരു റിലേഷൻഷിപ്പിലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, എവിടുന്നാണോ പെയിൻ വരുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ കാരണം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു എനർജി ലിങ്ക്, അവർക്ക് നമ്മളെ പെയിൻ ചെയ്യിക്കാൻ വേണ്ടിയുള്ള എനർജി ലിങ്ക് കൊടുത്തത് നമ്മളാണ്. പക്ഷേ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമോ? യെസ്, എക്സ്പയറി എന്നുള്ളത് ഓൺലി ക്ഷമാപണ. അതുകൊണ്ടാണ് VMC ഇന്ന് റിലേഷൻഷിപ്പ് ഹീലിംഗിലൂടെ, ക്ഷമാപണ ധ്യാനത്തിലൂടെ VMC വിപ്ലവാത്മകമായിട്ട് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ സൈലന്റ് വിപ്ലവം, ക്ഷമാപണ ധ്യാനം, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ആക്സെപ്റ്റൻസ്, എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുക. വിതൗട്ട് ജഡ്ജ്മെന്റ്, വിതൗട്ട് അനാലിസിസ്, ജസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് അലൗ ഓൾ എക്സ്പീരിയൻസസ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് എ വിറ്റ്നസ്. ആ വിറ്റ്നസ് എന്ന് പറയുന്നത് എത്ര പവർ, എത്ര ശക്തിയുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക, എത്ര ശക്തിയുള്ളവർക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുക, എത്ര ശക്തിയുള്ളവർക്ക് ക്ഷമിക്കാൻ പറ്റുക, എത്ര ശക്തി, പ്രാണശക്തി കൂടുതലുള്ളവർക്ക്, തിരിച്ചറിവ് കൂടുതലുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കേ പറ്റൂ. അതേപോലെ നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഹീലിംഗിൽ ഇത് ആ വ്യക്തിയെ നമ്മൾ സങ്കല്പിച്ചിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നിന്നിലൂടെ എനിക്ക് ലഭിച്ച ദിവ്യമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾക്ക് നമ്മൾ നന്ദി പറയാ. ഓൾറെഡി നമ്മൾ അനുഭവിക്കുന്നത് പെയിനാ മാഷേ. സഫർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ താങ്ക് യു പറയണം. ആർക്ക് കഴിയും മാഷേ? ന്യൂ എനർജി ലക്ഷണം അതാണ്. ഹൈ ആയിട്ടുള്ള ശക്തിയുള്ളവർക്ക്, ആ പവിത്രമായ തിരിച്ചറിവുകളെ വിത്തൗട്ട് ജഡ്ജ്മെന്റ് വിശ്വസിക്കാൻ കഴിവുള്ളവർക്ക്, അവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അവര് പറയുന്നത് എന്താ? അരെ, ഇത്രയും നമ്മൾ പെയിൻ അനുഭവിക്കുമ്പോൾ പോലും നീ എത്രയോ എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട്, നീ എത്രയോ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, നിന്റെ കൂടെ ഞാൻ എത്രയോ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ താങ്ക് യു പറയാണ്. എന്നിട്ട് നീ എന്നെയൊക്കെ ഇതൊക്കെ കാണിക്കണമെങ്കിൽ ഞാൻ എത്രയോ നിനക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ എൻ്റെ പൊന്നെ, എന്നോട് പൊറുക്കണേ എന്ന് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിന്റെ ഇരട്ടി എൻ്റെ പൊന്നെ നീ സമാധാനത്തോടെ ജീവിക്കണേ എന്ന് ബ്ലസ് ചെയ്യുക. ക്ഷമാപണ ധ്യാനത്തിൽ ബ്ലസ് ചെയ്യാനും കഴിയണം. വെറുതെ ക്ഷമ ചോദിക്കുകയല്ല, വെറുതെ നന്ദി പറയുകയല്ല. അരെ, എന്നേക്കാൾ ഉത്തമോത്തമമായിട്ട് സമാധാനവും സന്തോഷവും സംതൃപ്തി അടങ്ങിയ ഉത്തമോത്തമമായിട്ടുള്ള ഐശ്വര്യപ്രധാനമായിട്ടുള്ള ഒരു ജീവിതം നിനക്ക് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് നിനക്ക് ലഭിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അത് യൂണിവേഴ്സ് നിനക്ക് തന്നിരിക്കും. ഐ ബ്ലസ് യു മൈ ഡിയർ എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റിൽ അത് കട്ട് ഓഫ് ആയി മാഷേ. കർമ്മബന്ധം എന്നുള്ളത് പ്രേമബന്ധമായി. പ്രേമബന്ധം എന്നുള്ളത് ഡിലീറ്റ് കർമാസാ. പ്രേമബന്ധം എന്നുള്ളത് പിന്നെ റിപ്പീറ്റ് പാറ്റേൺ വരില്ല, നെക്സ്റ്റ് ജന്മത്തിലേക്ക് ഒരിക്കലും ക്യാരി ഫോർവേഡ് ആവില്ല. അതാണ് ക്ഷമാപണ ധ്യാനത്തിലൂടെ നമ്മൾ തതുപരി ആ വ്യക്തി നമ്മളോടൊപ്പം ജനിച്ച് കടം വീട്ടുന്നതിൽ നിന്നും ആ വ്യക്തിയെ രക്ഷിക്കുകയാണ്, ഒരു ജന്മത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്, നമ്മൾ രക്ഷപ്പെടുകയാണ്. നമ്മൾ വീണ്ടും നൂതന അനുഭവങ്ങൾക്ക് വേണ്ടി നൂതന ജന്മങ്ങൾ എടുക്കുകയാണ്. അത്രയും ദിവ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീലിംഗിലൂടെ എത്രയോ പേരിൽ മാറ്റം വന്നു. ബോഡി ഹീലിംഗിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം ലഭിച്ച എത്രയോ പേരുണ്ട്. മണി ഹീലിംഗിലൂടെ എത്രയോ ദിവ്യമായിട്ടുള്ള ഇത് വന്നു. ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ അവർക്ക് ക്ഷമിക്കാൻ പറ്റി. എന്നുവെച്ചാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ ചെയ്യിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ബേബിക്ക് കർമ്മസിദ്ധാന്തം അറിയില്ല. പക്ഷേ കർമ്മസിദ്ധാന്തത്തിന്റെ ബേസിലാണ് ആ ബേബി അത് അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ കർമ്മസിദ്ധാന്തത്തെ ബോധിപ്പിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. ആ ബേബിയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ച്, ഒരു കുഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിനവിടെ ഇട്ടിട്ട് അടിക്കുന്നതിന് പകരം അതിനെ ഹൃദയത്തോട് ചേർത്ത്, ഒന്നുമില്ല കേട്ടോ കണ്ണ, ഒന്നുമില്ല പൊന്നല്ലേ, എന്റെ പൊന്നു നോക്കിയേ, കൈ കാലൊക്കെ എത്ര ഭംഗിയായിട്ടുള്ളത്, ആ ദൈവം എത്ര ദിവ്യമായിട്ട് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത് നോക്കിയേ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കുമ്പോൾ ആ കുട്ടി വീണത് ഒരിക്കലും പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ആ കുട്ടിക്ക്. പക്ഷെ ഒരു ആ കുഞ്ഞ് വേദനിച്ച് അലറി കരയുമ്പോഴും നമ്മൾ പരിഗണിച്ചില്ല, നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ടിൽ ലാസ്റ്റ് ബ്രത്ത് വരെ കുട്ടി അത് വിളിച്ചു പറയും, എന്നെ അന്ന് അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തില്ല, എനിക്കത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ വേദന, മുറിവുകള് പല സന്ദർഭങ്ങൾ വരുമ്പോഴും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോഴും ഈ കുട്ടിയുടെ വൂണ്ട് വലുതായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ അത്രയും അവഗണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യാതെ നമ്മൾ ആ കുഞ്ഞ് അന്ന് അനുഭവിച്ച സിറ്റുവേഷൻസിനെ ആ കുഞ്ഞിന് ധൈര്യം കൊടുത്ത്, റെസ്പെക്ട് കൊടുത്ത്, ആ ധൈര്യത്തിന് നമ്മൾ അഭിനന്ദിച്ച് ആ കുഞ്ഞിനെ നമ്മൾ അങ്ങനെ വന്നത്, ഇപ്പൊ നീ സേഫ് ആണ് മൈ ഡിയർ,
അന്നങ്ങനെ സംഭവിച്ചെങ്കിൽ അത് നീ എത്രയോ ദിവ്യമായിട്ട് നേരിട്ടു. എങ്ങനെയാ നീ നേരിട്ട്? ഇപ്പൊ നീ സേഫ് ആണ് കേട്ടോ, നിന്നെ കണ്ട് നിന്റെ ദിവ്യത്വത്തിലൂടെ ഇത്രയും പ്രവേശിച്ചിട്ട് ഞാൻ നിന്നിലൂടെ ഇതാ പഠിച്ചിരിക്കുന്നു, ഞാൻ നിന്നിലൂടെ ഹീലായിക്കൊണ്ടിരിക്കുന്നതിന് കൃതജ്ഞത പറയാണ്, നമ്മൾ നന്ദി പറയാണ്. അത്രയും ദിവ്യമായിട്ടുള്ള സൂക്ഷ്മങ്ങളിലേക്ക് പോകുമ്പോൾ വിത്ത് ഇമോഷൻസ് നമ്മൾ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡും സിൻസിയർ ആയിട്ട് ഫൊർഗീവ്നെസ്സും പറഞ്ഞ് നിയമം പാലിക്കണം. നിയമം പറയുമ്പോൾ ഞാനിപ്പോ എനിക്കും ജിനു സാറിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ തെറ്റി. അപ്പൊ ഞാൻ ആ ഒരു പെയിൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നടരെ ജിനു സാർ എന്നെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്, എന്നെ അംഗീകരിച്ച വ്യക്തിയാണ്, എന്നെ ഈ പ്രപഞ്ചത്തിന് ഇനിയും കൂടുതൽ പരിചയപ്പെടുത്താനുള്ള പണികൾ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് സ്നേഹവും എനിക്ക് നന്ദിയും പറയാൻ എനിക്ക് സാധിക്കുമ്പോ ഞാൻ അവിടെ ഒരു നിയമം കൂടെ പാലിക്കണം. ജിനു സാറ് അങ്ങനെ പറഞ്ഞു വിട്ടോ, നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വിട്ടോ എന്ന് ഈ സമയത്ത് ഞാൻ ഈ ഡിവൈൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ട്രിഗർ വരും, എനിക്ക് പരീക്ഷണം വരും. എവിടെന്ന് ഞാൻ ശാശ്വതമായിട്ട് ഹീലാവാൻ അർഹതയുള്ളവളാണോ അല്ലേ എന്നുള്ളത് വരും. അത് നീ അറിഞ്ഞില്ലേ സീമ, ജിനു സാർ വീണ്ടും നിന്നെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് അറിയുമ്പോഴും ഓട്ടെ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതൊക്കെ മാറും, അല്ലെങ്കിൽ മിണ്ടാതെ ഒന്ന് ചിരിയിൽ എനിക്ക് ഒതുക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അത് കേട്ട ഉടനെ ട്രിഗർ ആയിട്ട് ജിനു സാർ അങ്ങനെ പറയും, ജിനു സാറിനെ കുറിച്ച് നിനക്ക് അറിയില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ വീണ്ടും അതിനെ അങ്ങ് വലുതാക്കി കഴിഞ്ഞാൽ അത് ഞാൻ റൂൾ ബ്രേക്ക് ചെയ്തു. ക്ഷമ ചോദിക്കുമ്പോ പിന്നെ നിശബ്ദമാണ്. ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദിച്ചു പോരുത്. ക്ഷമ ചോദിക്കുകയും നന്ദി പറയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആ വ്യക്തിയെ കുറിച്ച് വിമർശിക്കുവാനോ വേദനിപ്പിക്കുന്ന വിധത്തിലോ കുറ്റപ്പെടുത്തുന്ന വിധത്തിലോ സംസാരിക്കാനോ പാടില്ല എന്നുള്ള സൂക്ഷ്മ നിയമത്തെ പാലിക്കുന്നവർക്ക് ഡിവൈൻ അസെൻഷൻ സ്പോട്ടിൽ സംഭവിക്കും. മാഷേ സീമാജി, ഇപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ള ഒരു സോളിന് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് എന്തെല്ലാം ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക, അവരുടെ പേഴ്സണാലിറ്റിയിലും അവരുടെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും അവരുടെ ജാതകം തന്നെ ചേഞ്ച് ആവുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു അവരുടെ ജാതകം എന്ന് പറയുന്നത് ഓൾറെഡി അവര് ഡിവൈൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അവരുടെ ഇൻബിൽറ്റ് ആണത്. അതുകൊണ്ട് ആ ജാതകം എന്നുള്ളത് നമ്മള് അങ്ങനെ അത് ഇതിലേക്ക് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഒരു കുഞ്ഞിന് ഇപ്പൊ സെക്ഷൽ ഹരാസ്മെന്റ് കുഞ്ഞുനാളിലെ ഉണ്ടായെന്ന് വിചാരിക്കുക. ആ കുഞ്ഞുനാളിൽ അതിന്റെ ബ്രദേഴ്സിനോ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ റിലേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ അയൽപ്പക്കക്കാരിൽ നിന്നോ ഉണ്ടായി കഴിഞ്ഞാല് ഈ കുഞ്ഞ് വളർന്നു വരുന്നോറും ഈ ട്രോമ ഉണ്ടായിരിക്കും. കുഞ്ഞ് ആരെയും വിശ്വസിക്കില്ല, അവർക്ക് എപ്പോഴും ഒരു പേടി കാണും, സെക്സിനോട് തന്നെ അവർക്കൊരു വൈരുദ്ധ്യം ഉണ്ടാവും, ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ ആ കുഞ്ഞിനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആ കുഞ്ഞുനാളിലാണെങ്കിൽ നമ്മൾ അതിനെ ഹീൽ ചെയ്യേണ്ടത് പരമമായിട്ടുള്ള സ്നേഹവും പ്രൊട്ടക്ഷനും കൊടുത്തിട്ട് ആ കുഞ്ഞിനെ നമ്മൾ ഇനി ആ ഒരു സേഫ് ജോണിലാണ് നീ ഉള്ളത് എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നിരന്തരം കൊടുക്കണം. പക്ഷെ ആ കുഞ്ഞ് വളർന്ന് ഒരു യങ്ങർ സ്ഥിതിയിലാണെങ്കിൽ അതിനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യേണ്ടത് വിത്ത് സ്പിരിച്വൽ കർമ്മ സിദ്ധാന്തം പറഞ്ഞുകൊണ്ടാ. ഇതാണ്. അപ്പോ മോളെ ഇങ്ങനെ നിനക്ക് സംഭവിച്ചെങ്കിൽ എന്റെ പൊന്നു മോളിത് കേക്ക്, എന്റെ മോളിത് കൊടുത്തത് കൊണ്ടാണ് ഇപ്പോ നമ്മള് മറ്റുള്ള വ്യക്തികളൊക്കെ നമ്മളെ ചെയ്യുമ്പോൾ നമ്മൾ എന്നെ വേറൊരാള് ചെറുപ്പത്തിൽ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ വേറെ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തുവെങ്കിൽ എനിക്കത് അവരോട് വെറുപ്പും ദേഷ്യം കാണും. പക്ഷെ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ സംഭവിച്ചെങ്കിലോ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളിൽ നിന്നാണ് അത് കുഞ്ഞുനാളിൽ സംഭവിച്ചെങ്കിലോ, അത് മറക്കാനും പൊറുക്കാനും പറ്റില്ല. അത് വല്ലാത്തൊരു പേന നിത്യം കണ്ടുകൊണ്ടിരിക്കുക വ്യക്തിയെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചൈൽഡിന് അവരുടെ എൻറ്റയർ ബിഹേവിയറിൽ അത് വളരെ ഡെസ്പായിട്ട് അവരുടെ ആ ഒരു ചൈതന്യ വികാസം എന്നുള്ളത് ഇവിടെ സ്പിരിച്വലി ഓഫ് ആവും, അതേപോലെ തന്നെ ഭൗതികപരമായിട്ടും അവരതിന് തയ്യാറാവില്ല. എന്ന് വെച്ചാൽ അവരാരെയും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അവർക്ക് എപ്പോഴും ഈ പെയിൻ ഉണ്ടാവും, എപ്പോഴും ഈ ഒരു ആലോചന വരുമ്പോ അവർ ചുരുങ്ങി പോകും. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഈ ബൈപോളറും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നത് ഒരു കംപ്ലീറ്റ് ഡിപ്രഷനും ബൈപോളർ ഡിസീസും. യെസ് സർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൽ രക്ഷപ്പെടാൻ, അതായത് ഈ വ്യക്തി അങ്ങനെ അനുഭവിക്കണമെങ്കിൽ ഈ വ്യക്തി അത്രയും തീവ്രമായിട്ടുള്ള കൊടുംപാതകം ചെയ്തിട്ടുണ്ടേ. ആ കൊടുംപാതകം നെക്സ്റ്റ് ബർത്തിൽ തന്നെ ക്ലിയർ ആവില്ല മാഷേ. ആ കൊടുംപാതകം ഏത് ലെവലിൽ എത്ര തീവ്രമായിട്ടുള്ള ഹരാസ്മെന്റ് ആണോ, ഏത് കുഞ്ഞുനാളിലാണോ എത്ര തീവ്രമായിട്ട് നീചമായിട്ടാണോ ചെയ്തതെങ്കിൽ ആ വ്യക്തി തതുപരി ജന്മങ്ങളിൽ അത് തീവ്രമായിട്ട് അനുഭവിച്ച് അതിന്റെ തീവ്രത കുറയണം. തീവ്രത കുറഞ്ഞു വരുമ്പോഴാണ് നമ്മളെ പോലുള്ള കൗൺസിലേഴ്സിന്റെ അടുത്ത് വരുള്ളൂ, സ്പിരിച്വൽ കൗൺസിലേഴ്സിന്റെ അടുത്ത് വരുള്ളൂ. അവർ അത്രയും, അതായത് ഇതൊക്കെ അനുഭവിക്കാൻ അവർ എത്രയോ പുണ്യം ചെയ്തിട്ടുണ്ടാവണം.
ഇതൊക്കെ പെട്ടെന്ന് അടുത്ത ജന്മത്തിൽ തന്നെ അനുഭവിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് ഇതിനെ നേരിടാനുള്ള ശക്തി ഒരു പുണ്യപ്രവൃത്തികൾ കൊണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇവരിൽ സ്വഭാവവും വളരെ ദിവ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവർ ആ ചെയ്തതൊക്കെ അരേ ഇത് ഏറ്റവും വലിയ തെറ്റാണ് എന്നോട് ചെയ്തതെന്നുള്ള ഭാവനയിലേക്ക് ഇവർ വന്നെങ്കിൽ ചെയ്ത തെറ്റുകള് അത് തെറ്റാണെന്നുള്ളതിൽ മറന്നിട്ട് എന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ള വേദനയാണ് ഇവരുണ്ടാവുക. പക്ഷെ ചെയ്തതാണ് കൊടുത്തതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ഓർമ്മിക്കാൻ പറ്റില്ല, ഓർമ്മ ഉണ്ടാവില്ല. അത് നമ്മള് ഈ കർമ്മത്തിന്റെ ദുരിതത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്ന ആ ജന്മങ്ങളിലൂടെ ഇവർ ആത്മീയ അഭിവൃദ്ധി സമ്പാദിച്ചുകൊണ്ടിരിക്കും, ആത്മീയ ചൈതന്യ വിസ്തരണ. അതുകൊണ്ട് നമ്മളെ പോലുള്ളവരുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ യങ്ങർ സെൽഫിനോട് കർമ്മസിദ്ധാന്തം പറയണം. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ സാധനയിലൂടെ ക്ഷമാപണം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആവും. മാഷെ അവര് മറ്റൊരു കൗൺസിലർ ആയിട്ട് മാറും. ഈ വിഷയങ്ങളില് അവർ ഈസി ആയിട്ട് മറ്റുള്ളവരെ ആ വേദനകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകാൻ കഴിവുള്ള ദിവ്യമായിട്ടുള്ള ഡിവൈൻ സോൾസ് ആയിട്ട് മാറും. മാഷെ അപ്പൊ ഇവരുടെ ഈ ഒരു കർമ്മത്തില് ഇവരുടെ പേരൻസിന്റെ ഒരു കാർമ്മികമായിട്ടുള്ള തീർച്ചയായിട്ടും കോക്കർമാസ് കൂട്ടുനിന്നത്, ചെയ്യിപ്പിച്ചത്, ചെയ്യുമ്പോൾ ആഹ്ലാദിച്ചത്, ഒരു കുഴപ്പമില്ല ഞാനുണ്ടെന്ന് പറഞ്ഞ് അതായത് എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തത് അവര് മാതാപിതാക്കളായിട്ട് സഹോദരങ്ങളായിട്ട് വരും. കോക്കർമാസ് ഒന്നിച്ച് അനുഭവിക്കും, ഒന്നിച്ച് റിയലൈസ് ആവുന്നവരുണ്ട്. VMCയിലൊക്കെ വന്നിട്ടുള്ള ദിവ്യാത്മ സ്വരൂപര് അവരുടെ എത്രയോ പൂർവ്വജന്മ പുണ്യകർമ്മങ്ങൾ കൊണ്ട് അവർക്ക് ഈ സത്യങ്ങളൊക്കെ അംഗീകരിച്ച് പെട്ടെന്ന് തന്നെ ക്ഷമ ചോദിച്ച് അവരോട് പൊറുക്കാനും മറക്കാനും പറ്റിയ, അവനവനെ സ്നേഹിക്കാനും ക്ഷമിക്കാനും പറ്റിയ എത്രയോ ദിവ്യാത്മ സ്വരൂപര് VMCയിലുണ്ട് ഇപ്പോഴും ലൈവായിട്ട്. ക്ലിയർ ആണ്. തിരിച്ചു വരാം നമുക്ക്.